നമസ്കാരം. സൗത്ത് ആഫ്രിക്കയുമായി ഈ മാസം തുടങ്ങാനിരിക്കുന്ന ഏകദിന പരമ്പരയിൽ നിന്നും മലയാളി സൂപ്പർ താരം സഞ്ജു സാംസണിനെ തഴഞ്ഞിരുന്നതിനെതിരെ തന്നെ ഇപ്പോൾ നിരവധി പേർ ആഞ്ഞടിക്കുന്നുണ്ട്. എന്തിനായിരുന്നു അദ്ദേഹത്തിനെ തഴഞ്ഞത്? ഒരു കാരണം വ്യക്തമാക്കാമോ? അദ്ദേഹം എവിടെയാണ് ഫോം ഔട്ടായി നിന്നത്? അതിനെക്കുറിച്ചെങ്കിലും പറയാമോ? ഇത്തരത്തിലെതിരെയാണ് തന്നെയാണ് ഇപ്പോൾ തഴഞ്ഞതിനെക്കുറിച്ച് ആഞ്ഞടിച്ച് മുൻ ബാറ്റർ ഉൾപ്പെടെ ബദ്രിനാഥ് എത്തുന്നത്. ഋഷഭ് പന്തിനെ ടീമിലെടുത്തത് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ സഞ്ജുവിനെ എന്തിനാണ് തഴഞ്ഞത്? സഞ്ജുവിനെ തഴഞ്ഞിട്ട് ധ്രുവ് ജുറേലിനെ ടീമിലെടുത്തത് ഒരിക്കലും അംഗീകരിക്കാനാകാത്ത കാര്യം എന്നാണ് അദ്ദേഹം തന്നെ ചൂണ്ടിക്കാട്ടുന്ന പ്രധാനപ്പെട്ട വാക്ക്. സ്റ്റാർ സ്പോർട്സിന്റെ ഷോയിൽ തന്നെ സംസാരിക്കവെയായിരുന്നു ഇത്രയും ആളുകളുടെ മുമ്പിൽ വെച്ച് ബദ്രിനാഥ് ഇക്കാര്യത്തെക്കുറിച്ച് തുറന്നു ചോദിച്ചത്. കഴിഞ്ഞ 2 വർഷത്തോളമായി തന്നെ ഇന്ത്യൻ ഏകദിന ടീമിന് പുറത്താണ് സഞ്ജുവെന്ന് എല്ലാവർക്കും അറിയാം. പരിക്ക് കാരണം വൈസ് ക്യാപ്റ്റനും 4-ാം നമ്പറിലെ സ്ഥിരം സാന്നിധ്യവുമായ ശ്രേയസ് അയ്യർക്ക് സൗത്ത് ആഫ്രിക്കയുമായുള്ള പരമ്പര നഷ്ടമായപ്പോൾ പകരം മലയാളി താരത്തിന് അവസരം ലഭിച്ചേക്കുമെന്ന് കരുതപ്പെട്ടിരുന്നു. പക്ഷേ അജിത് അഗാർക്കറുടെ കീഴിലുള്ള സെലക്ഷൻ കമ്മിറ്റി വീണ്ടും സഞ്ജുവിനെ അവഗണിക്കുകയായിരുന്നുവെന്ന് കൃത്യമായി പറയുകയും ചെയ്യുന്നു. ഇതിനപ്പുറം സഞ്ജു ചെയ്ത തെറ്റെന്താണ്? സഞ്ജുവിനെ എന്തിനാണ് മാറ്റി നിർത്തുന്നത്? ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഇവരുടെ ഇടയിലുണ്ട്. ഇന്ത്യയുടെ ഏകദിന ടീമിൽ നിന്നും വീണ്ടും തഴയപ്പെടാൻ സഞ്ജു സാംസൺ ചെയ്ത തെറ്റെന്താണെന്ന് തനിക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് എസ് ബദ്രിനാഥ് തന്നെ തുറന്നടിക്കുന്ന ഒരു കാര്യം. സത്യസന്ധമായി തന്നെ പറയുകയാണെങ്കിൽ സഞ്ജു സാംസന്റെ കാര്യത്തിൽ എനിക്ക് വളരെയധികം വിഷമമുണ്ട് എന്നാണ് ബദ്രിനാഥ് തുറന്നു പറയുന്നത്. ഇത്രയും വലിയൊരു ഷോയിൽ ഇത്രയും ആളുകൾ കാണുന്ന തരത്തിൽ പ്രധാന ഒരു ചാനൽ ചെയ്തിരുന്ന ഇത് പറയണമെങ്കിൽ അദ്ദേഹത്തിന് സഞ്ജു ടീമിൽ വേണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. അല്ലെങ്കിൽ അവിടെ നടന്നത് വളരെയധികം അനീതിയാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ട്. അത്തരത്തിൽ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഇത്രയും വലിയൊരു ഷോയിലിരുന്ന് ഇത്രയും വലിയൊരു ചാനലിൽ സ്പോർട്സിന്റെ എങ്ങേയറ്റമുള്ള എല്ലാവർക്കും വളരെയധികം കിട്ടുന്ന ഈ ഒരു ചാനൽ തന്നെ ഇങ്ങനെ പറയുന്നത്. 2023 ഇന്ത്യക്കായി അവസാനം കളിച്ച ഏകദിന മത്സരത്തിൽ തന്നെ അദ്ദേഹം സെഞ്ചുറി അടിച്ചിരുന്നു. ഇതാവട്ടെ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുമാണ്. അത് ഓർമ്മയിലിരിക്കേണ്ട സാഹചര്യമാണ്. ഏകദിനത്തിൽ 56 ബാറ്റിംഗ് ശരാശരിയും കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ് സഞ്ജു. ഋഷഭ് പന്തിനെ ഏകദിന ടീമിലെടുത്തതുമായി ബന്ധപ്പെട്ട് സംസാരിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ധ്രുവ് ജുറേലിനെ ഏകദിന ടീമിൽ ഉൾപ്പെടുത്തിയതിൽ ഞാനൊരു ന്യായീകരണവും കാണുന്നില്ല എന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത്. സഞ്ജു സാംസണിനെ ടീമിലെടുക്കാതെ അവനെ എന്തിനാണ് സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയത് എന്ന് ചോദിക്കുന്നുണ്ട് അദ്ദേഹം. ഗുവാഹത്തിയിൽ ഇന്ത്യ ജയിക്കുമോ? ഇതാണ് ചോദ്യം. എത്ര റൺസ് വരെ ചേസ് ചെയ്യാം? എല്ലാം അറിയാം, ഋഷഭ് പന്ത് ഏകദിന ടീമിൽ സ്ഥാനം അർഹിക്കുന്നയാൾ തന്നെയാണെന്ന് ഞാൻ വീണ്ടും പറയുന്നുവെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എനിക്ക് അദ്ദേഹത്തിന്റെ കഴിവിൽ വലിയ വിശ്വാസമാണ്. ഞാൻ ഋഷഭിന്റെ വലിയ ആരാധകനുമാണ്. അതൊക്കെ സമ്മതിച്ചു. അദ്ദേഹം ഒരു ഓൾ ഫോമാറ്റ് പ്ലെയറായി ദേശീയ ടീമിൽ ഉണ്ടാവണമെന്ന് ഞാൻ വളരെയധികം തന്നെ പ്രതീക്ഷിക്കാറും എപ്പോഴും പറയാറുമുള്ളൊരു കാര്യമാണ്. പക്ഷേ ഏകദിന ടീമിന്റെ ഭാഗമാവാതിരിക്കാൻ സഞ്ജു എന്ത് തെറ്റാണ് ചെയ്തത്? അതാണ് എനിക്ക് മനസ്സിലാവാത്തതെന്ന് അദ്ദേഹം പറയുന്നു. അവസാനമായി കളിച്ച ഏകദിനത്തിൽ സെഞ്ചുറി അടിച്ചതാണോ അദ്ദേഹം ചെയ്ത തെറ്റ് എന്ന് ചോദിക്കുന്നു. ഏകദിനത്തിൽ 56 ശരാശരി ഉള്ളതും സഞ്ജുവിന്റെ തെറ്റാണോ എന്നും ചോദിക്കുന്നു. ധ്രുവ് ജുറേൽ എങ്ങനെയാണ് ഇതിനിടയിലൂടെ ടീമിലേക്ക് കടന്നുകൂടിയത്? ഇതുകൂടി പറഞ്ഞു തരാമോ? ഏകദിനത്തിൽ നേരത്തെ ഇന്ത്യക്കായി കളിച്ച മികച്ച പ്രകടനം നടത്തിയിട്ടുള്ളയാളാണോ അദ്ദേഹം? ഇതാണ് എനിക്ക് മനസ്സിലാവാത്ത കുറച്ച് ചോദ്യങ്ങളെന്നാണ് ബദ്രിനാഥ് പറയുന്നത്. എന്തുകൊണ്ടാണ് സെലക്ടർമാർ ഇങ്ങനെയൊരു തീരുമാനം എടുത്തതെന്നും ഒട്ടും മനസ്സിലാകുന്നില്ല എന്നും ഈ വിഷയത്തിൽ ഒരു ഉത്തരം കണ്ടെത്താൻ ഞാൻ വളരെയധികം ബുദ്ധിമുട്ടുകയും പ്രയാസപ്പെടുകയും ചെയ്യുകയാണെന്നാണ് ബദ്രിനാഥ് പ്രതികരിച്ചത്.